വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? നിങ്ങൾ ചുമ്മാ കൊടുത്തതാ? അല്ലല്ലോ. പറയുമ്പം ഒന്നിന്റെ ഒരു ക്ലാരിറ്റി വേണം. അദ്ദേഹം പറയുന്നതിനോട് ഞനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടിക്കരി നിർത്തണമെന്ന് താല്പര്യമൊന്നുമില്ല. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്ത് പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കളയാൻ വിചാരിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു പ്രശ്നമില്ല. നിയമ നടപടി എടുത്തോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ. കുഴപ്പമൊന്നുമില്ല. അതെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് അദ്ദേഹം ആ സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നു. ഞാനെവിടെയും കിടക്കുന്നൊന്നുമില്ല. എനക്ക് സുഖവും എനക്ക് മരുന്നൊന്നുമില്ല. അല്ലാതെ ഞങ്ങൾ പറഞ്ഞല്ലോ, CPM-ന്റെ നേതാവല്ലേ പറഞ്ഞല്ലേ, മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അത് തന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എനിമിറ്റിയാണ്. മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എനിമിറ്റിയാണ്. പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട്. ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതിൽ നിന്ന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. അതിപ്പോ ഏതാണ്ട് EPN അത് ഹാഫ് തുറന്നില്ലേ? ഞാൻ പറഞ്ഞതിന്റെ ഒരു ഹാഫ് അദ്ദേഹം തന്നെ തുറന്നില്ലേ? എന്റെ അപ്പുറത്ത് ഞാനെന്തിനാ പുറകോട്ട് ചായ കുടിക്കാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചായപ്പൊടിയാണ്. പൂർവ്വകാല ബന്ധുവില്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിൽക്കുന്നത് ആരെങ്കിലും പോകും? ചായപ്പൊടിയൊക്കെ എഴുതല്ലോ. ഞാനും ചായക്കള നടത്തിയിട്ടില്ല. എനിക്ക് പോയില്ല പോലും എനിക്കെന്താ പ്രശ്നം? എന്റെ കുടുംബത്തിൽ നിന്നായിട്ട് അവർ പോകുന്ന പോലെയാണെന്നുള്ള നിങ്ങളുടെ ചോദ്യം. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷെ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ പറയേണ്ട കാര്യം അവര് ആലോചിക്കേണ്ട കാര്യം. ഞാനാ തീരുമാനിക്കേണ്ട ഗുണവും ദോഷവും. അല്ല, അങ്ങനെയൊന്നുമല്ല. പലരും നേരത്തെ പോയിട്ടുണ്ട്. പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ നിന്ന് പോയില്ല എന്ന് മാത്രം. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് പാർട്ടി പോയിട്ടുണ്ട്. CPM-ൽ നിന്ന് പോയിട്ടുണ്ട്. CPI-ൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ എന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനെ ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയുടെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ല, നന്ദകുമാർ അല്ലല്ലോ എന്റെ രാഷ്ട്രീയ നേതാവ്. നന്ദകുമാർ അല്ലല്ലോ. വായി തോന്നിയത് വിളിച്ചു പറയുന്ന നന്ദകുമാറിനെ പുറത്തെടുത്ത് എന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതെ, മനസ്സിലായോ? അതൊന്നും ഒരു എന്താ പറയുക, സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാണ്. സ്ഥിരതയില്ലാത്ത, എന്തും പറയും, എന്തും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും. പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറികെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും. അതൊക്കെ അദ്ദേഹത്തിന് എത്രയോ കാലമായിട്ടുള്ള ശീലമാണ്. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളൊന്നും ആരുമില്ല. അതങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല. അതൊക്കെ ഓപ്പൺ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക. എന്തെന്നാ ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ? ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം. അത് അതിന്റെ ഭാഗമായിട്ടങ്ങ് പോകുക എന്നല്ലാതെ ഇതിന്റെ വലിയ കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. ജയരാജൻ പോയില്ല പോലും ഞങ്ങൾക്ക് അതിന് പ്രശ്നമല്ല. എന്റെ നമ്മളെ പ്രതീക്ഷ, പഴയ പ്രതീക്ഷ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു. അതിന് രാവിലത്തെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ്. കാരണം നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക. ഇത്തവണ അതൊന്നുമല്ല. കാടാത്തല സ്കൂളിലെല്ലാം അങ്ങനെ ഒരു ആയിരക്കണക്കിന് ആളുകൾ റോഡ് നീളെ തെരഞ്ഞു കിടക്കുകയാണ് എന്നല്ല രാവിലത്തെ ഒരു വാർത്ത. ഇവിടെ ഞാൻ കാണുന്നത്, ഞാൻ ഇതുവരെ ഞാൻ പഠിച്ച സ്കൂളാണ്. അന്ന് മുതൽ ഞാനിവിടെ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഏത് ബൂത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ബൂത്താണ്. അല്ല, 2020 അടിക്കുന്നതിനെല്ലാം ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ. ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. 2020 പിന്നെ ആരെ വിലയിരുത്തല? കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തല. അതുകൊണ്ട് അതിനകത്ത് ഇതുമുണ്ട്, രണ്ടുമുണ്ട്. BJP-യെ വിലയിരുത്തലുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലുണ്ട്. ഒരു തർക്കമില്ലാത്ത കാര്യം.